ഹലോ. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കണവ, ഞങ്ങളുടെ നാട്ടിലിതിനെ കണവ എന്നാണ് പറയുന്നത്, ചിലയിടത്ത് ഇതിന് കൂന്തലെന്നും പറയും. അപ്പോൾ അതിൻ്റെ ഒരു തോരൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരന്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് നേരെ ഈ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ കണവ നല്ല വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറിലോട്ട് കുറച്ച് തേങ്ങ, ഞാൻ ഒരു പകുതി മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, ഇത് ഇത്രയൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പേസ്റ്റാക്കിയൊന്നും അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അല്പം കടുക് ചേർക്കുന്നുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അല്പം കറിവേപ്പില കൂടിയിട്ട് പൊട്ടിക്കുവാണേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 3 വറ്റൽമുളക് കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇതൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചതച്ചെടുത്തത്. ഇനി അതും കൂടി ഒന്ന് നല്ലപോലെ ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ കുറച്ച് ചെറിയ ഉള്ളി നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ഒരു 10 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കണവ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണവ തോരൻ ഉണ്ടാക്കാനായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഈ കണവ ഈ കൂട്ടിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിനിടയിലൊന്ന് തുറന്ന് നോക്കണം, കാരണം ഈ കണവയിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. നമ്മൾ ഇത് വേവിക്കാൻ വെച്ചപ്പോൾ ഒട്ടും തന്നെ വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതേ കണവയിലെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനായതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം നല്ലപോലെ വറ്റി പാകത്തിന് ആയി കിട്ടുന്നതാണ്. ഈ കണവയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ തേങ്ങാക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഉപ്പും കൂടി ചേർത്ത ശേഷം നല്ലപോലെ നമുക്ക് ഈ കണവയൊന്ന് മിക്സായി എടുക്കണം. ഈ കണവയുടെ എല്ലാ ഭാഗത്തും ഈ തേങ്ങാക്കൂട്ടും ഉപ്പും ഒക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ കണവ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരൻ കഴിക്കാനായിട്ട്. കണവ കറി വയ്ക്കാം, ഫ്രൈ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് തോരനും വയ്ക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.